ഒരു വൃത്തത്തിലെ ഏത് ഞാണിൻ്റെയും നീളം കേന്ദ്രകോണിൻ്റെ പകുതിയുടെ സൈനിനെ ആരം കൊണ്ട് ഗുണിച്ചതിൻ്റെ 2 മടങ്ങാണ്. നമ്മുടെ കയ്യിൽ ഒരു വൃത്തം ഉണ്ട് എന്ന് കരുതുക. ആ വൃത്തത്തിൽ നമുക്ക് ഒരു നീളം, ഒരു ഞാണുണ്ട്. ആ ഞാണിന് എന്തുണ്ടായിരിക്കും? കേന്ദ്രത്തിൽ ഒരു കോണുണ്ടായിരിക്കും. അപ്പം ഈ ഞാണിൻ്റെ കേന്ദ്രത്തിലുള്ള കോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഞാണിൻ്റെ നീളം കണ്ടുപിടിക്കാം. അപ്പം ഞാണിൻ്റെ നീളം നമ്മൾ ഡി എന്നെടുക്കുകയാണെങ്കിൽ ഞാണിൻ്റെ നീളം സമം, വായിച്ചു നോക്കൂ, കേന്ദ്രകോണിൻ്റെ പകുതിയുടെ സൈനിനെ, ഇത് കേന്ദ്രകോണാണ്, ഇത് എക്സ് ആണെങ്കിൽ എക്സിൻ്റെ പകുതിയുടെ x/2 എന്ത് സൈൻ, എക്സിൻ്റെ പകുതിയുടെ സൈനിനെ ആരം കൊണ്ട് ഗുണിക്കുക. ആരം എന്ന് പറയുമ്പോൾ ആർ, അതിൻ്റെ 2 മടങ്ങാണ്, ഇതിൻ്റെ 2 മടങ്ങാണ്. അപ്പോൾ നമുക്ക് സമവാക്യം ഇങ്ങനെ ഉണ്ടാക്കാം. ഡി സമം 2r സൈൻ x/2 എന്നുള്ള സമവാക്യം ഉപയോഗിച്ചുള്ള പ്രോബ്ലംസാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഒരു ത്രികോണവും അതിൻ്റെ പരിവൃത്തവുമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. വൃത്തത്തിൻ്റെ ആരം എത്ര സെൻറ്റിമീറ്ററാണ്? നമുക്ക് ഒരു വൃത്തം ഇവിടെ കാണാനുണ്ട്. ആ വൃത്തത്തിൻ്റെ ഒരു ത്രികോണം കാണാനുണ്ട്. ത്രികോണത്തിൻ്റെ പരിവൃത്തമാണ് ഈ വൃത്തം. ഇവിടെ ഒരു കോണ് കൊടുത്തിട്ടുണ്ട്. ഈ കോൺ കൊടുത്തിരിക്കുന്നത് 60 ഡിഗ്രിയാണ്. ഈ കോൺ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഞാണ് കൊടുത്തിരിക്കുന്നുണ്ട്. ഈ ഞാണിൻ്റെ നീളം 3 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഞാണിൻ്റെ നീളം ഈ കോണും വെച്ചുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഈ വൃത്തത്തിൻ്റെ ആരം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്താ സമവാക്യം പറഞ്ഞത്? ഈ ഞാണിൻ്റെ നീളം എന്ന് പറയുന്നത് നമ്മൾ സമവാക്യം പഠിച്ചിട്ടുണ്ട്. 2r, വൃത്തത്തിൻ്റെ ആരാണ് 6, സൈൻ എന്തായിരിക്കണം? സൈൻ ഈ ഞാണിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ വൃത്തത്തിൻ്റെ ആരം എത്ര സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ചോദ്യം. ഇതിൽ ഞാണിൻ്റെ നീളം ഇവിടെ തന്നിട്ടുണ്ട്. ഞാണിൻ്റെ നീളം എത്രയാണ്? 3 ആണ്. സമം 2 ആരം കണ്ടുപിടിക്കണം. അപ്പോൾ ആരം 6 തന്നെ എഴുതുക. ഇനി സൈൻ കേന്ദ്രകോണിൻ്റെ പകുതി എന്നാണ് പറയുന്നത്. ഈ ഞാണിൻ്റെ കേന്ദ്രകോൺ എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ കേന്ദ്രത്തിലുണ്ടാവുക. ഇവിടെ സെൻട്രൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നതാണ്. ഇവിടെ ഈ ഞാണിന്ന് കേന്ദ്രത്തിലേക്ക് വരയ്ക്കുന്നതാണ് കേന്ദ്രകോൺ. അപ്പോൾ നമുക്ക് ഈ ഞാണിൻ്റെ ഈ കേന്ദ്രകോണിൻ്റെ പകുതിയാണ് വേണ്ടത്. ഈ ഞാണിൻ്റെ ഈ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഈ ഞാണ് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന, കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ നേർ പകുതിയായിരിക്കും എതിരെയുള്ള ചാപത്തിൽ ഉണ്ടാക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ 120 വരിക. ഇത് 60 ആണെങ്കിൽ 120 ആയിരിക്കും. അപ്പോൾ ഈ 120ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? ഈ 60 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ത്രികോണം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഈ 120ൻ്റെ പകുതി ഇവിടെ അറിയാം. നമുക്ക് 60 തന്നെ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? ഇവിടെ സൈൻ x/2 എന്ന് എഴുതണ്ട, പിന്നെ എന്ത് എഴുതിയാൽ മതി? 60 എന്ന് എഴുതിയാൽ മതി. കാരണം x/2 തന്നെയാണ് 60. അപ്പോൾ നമുക്ക് 3 ഉണ്ട് ഇവിടെ, 2r ഉണ്ട് ഇവിടെ. സൈൻ 60ൻ്റെ വില നമുക്കറിയാം. സൈൻ 60 നമുക്ക് പട്ടിക നോക്കി എഴുതാം, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന വില ഉണ്ട്. എന്താണ്? ഭിന്നസംഖ്യ രൂപത്തിൽ √3/2 എന്നുള്ള വില പറയാം. അപ്പോൾ ഈ 2ഉം ഈ 2ഉം വെട്ടിക്കളയാം. r കണ്ടുപിടിക്കണം. അപ്പോൾ r ഇവിടെ നിർത്തുക. സമം ഈ 3 ഉണ്ടല്ലോ ഇവിടെ, ഈ ബൈ ഈ √3 ഇവിടെ കൊടുക്കാം. 3/√3. അപ്പോൾ 3/√3 ആണ് എന്താ? 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. 3 എന്ന് പറഞ്ഞാൽ √3 × √3 ആണ് 3. അപ്പോൾ അതിൽ ഒരു √3 കൊണ്ടിരിക്കുമ്പോൾ ഒരു √3 വെട്ടിപ്പോവും. ബാക്കി √3ൻ്റെ വില എത്രയാണ്? 1.732 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഈ ആരം എന്ന് പറയുന്നത് കിട്ടിക്കഴിഞ്ഞു. 1.732 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് കിട്ടി. അടുത്ത ചോദ്യം. വശങ്ങളുടെ നീളം 8 സെൻറ്റിമീറ്ററായ സമഭുജ ത്രികോണത്തിൻ്റെ പരിവൃത്ത ആരം എത്ര സെൻറ്റിമീറ്ററാണ്? നമുക്ക് ഒരു ത്രികോണമുണ്ട്. ആ ത്രികോണത്തിൻ്റെ ഉള്ളിലാണ് പറയുന്നത് ഒരു സമഭുജ ത്രികോണമുണ്ട്. ഇത് സമഭുജ ത്രികോണം, 3 വശങ്ങളും തുല്യമായിട്ടുള്ള ഒരു ത്രികോണമുള്ളത്.
ഈ വശങ്ങളുടെ നീളം പറയുന്നുണ്ട് ഇവിടെ 8 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറയുന്നുണ്ട്. ഈ സമഭുജ ത്രികോണത്തിൻ്റെ പരിവൃത്ത ആരം എത്ര സെൻറ്റിമീറ്ററാണ് കാണണം. അപ്പം ഞാനുണ്ട്, കോണുണ്ട്, പക്ഷെ കോൺ അറിയില്ലെങ്കിൽ നമുക്കറിയാം ഇവിടെ സമഭുജ ത്രികോണമാണ്. സമഭുജ ത്രികോണമാകുമ്പോൾ ആകെ 180 അപ്പോൾ ഒരു കോൺ എന്ന് പറയുന്നത് 180/3 ആയിരിക്കും. എത്ര കിട്ടും? 60 കിട്ടും. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമവാക്യം എഴുതാം. എന്താണ്? ഞാണിൻ്റെ നീളം സമം 2r സൈൻ x/2 എന്ന് എഴുതാം. സൈൻ x/2 സമം ഞാണിൻ്റെ നീളം എത്രയാണ്? 8. 2r അങ്ങനെ തന്നെ കേട്ടെ, ആരം കണ്ടുപിടിക്കാനാണല്ലോ. സൈൻ x/2 നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേന്ദ്രത്തിലാണ് നമ്മൾ കോൺ എക്സ് എടുക്കേണ്ടത്. നമുക്ക് ഈ ഞാണിൻ്റെ കേന്ദ്രത്തിലുണ്ടാക്കുന്നതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ x/2 നമ്മൾ എന്ത് എഴുതിയാൽ മതി? ഇവിടെ 60 എഴുതിയാൽ മതി. അപ്പോൾ 8 = 2r സൈൻ 60 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 8 = 2r സൈൻ 60. സൈൻ 60ൻ്റെ വില നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ √3/2 എഴുതാം. √3/2 എഴുതുമ്പോൾ ഈ രണ്ടും ക്യാൻസലാവും. നമുക്ക് 6 ആണ് വേണ്ടത്. 6 ഇവിടെ നിൽക്കുക. r = 8 എന്ത് എഴുതാം? √3 എന്ന് എഴുതാം. 8/√3 എന്നുള്ള ആൻസർ നമുക്കിവിടെ കൊടുക്കാം. ചിത്രത്തിൽ ഒരു ത്രികോണവും അതിൻ്റെ പരിവൃത്തവും കാണിച്ചിരിക്കുന്നു. വൃത്തത്തിൻ്റെ വ്യാസം കണക്കാക്കുക. അപ്പോൾ ആദ്യം നമുക്ക് വ്യാസം കണക്കാക്കാം. അപ്പോൾ ഞാനുണ്ട്, ഞാണിൻ്റെ എതിരുള്ള കോണാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമുക്ക് ഒരു കോൺ 50 ഡിഗ്രി തന്നിട്ടുണ്ട്, ഒരു കോൺ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ 50ഉം 60ഉം 110 ആയി. 110ൻ്റെ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവുക? ഇവിടെ ആകെ 180 ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? 70 ഡിഗ്രി ഉണ്ടാവും. ഇത് 50 തന്നിട്ടുണ്ട്. ഇത് 50, ഇത് എത്രയാണ്? ഇത് 60 തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 110 110ൽ ബാക്കി 70. ഈ ഞാണ് തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്ററാണ്. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാം. ഞാണിൻ്റെ നീളം d = 2r സൈൻ കേന്ദ്രകോണിൻ്റെ പകുതി. ഇതാണ് കേന്ദ്രകോൺ. ഇത് കേന്ദ്രകോണാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ കോണാണ് വരിക കേന്ദ്രകോൺ എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ പകുതിയാണിത്. അതുകൊണ്ട് നമ്മൾ സൈൻ എന്ത് എഴുതാം? അവിടെ സൈൻ 70 എന്ന് തന്നെ എഴുതാം. അപ്പോൾ ഡി തന്നിട്ടുണ്ട്. ഡി എത്രയാണ്? 4 സമം 2r ആണ് വ്യാസം, വൃത്തത്തിൻ്റെ വ്യാസം. അപ്പോൾ 2r കണ്ടുപിടിക്കേണ്ടത്. 2r അവിടെ കട്ടെ. സൈൻ 70ൻ്റെ വില നമ്മൾ നേരത്തെ അവസാനത്തെ പേജിലെ പട്ടികയിൽ നോക്കി എഴുതണം. 0.94 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 2r കണ്ടുപിടിക്കണം. വ്യാസം 2r ആണ്. 2r കണ്ടുപിടിക്കണം. അപ്പോൾ 2r കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് എഴുതാം? 2r സമം എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ 4 ഉണ്ട്. 4/0.94 എന്ന് കിട്ടും. 0.94. അപ്പോൾ 4/0.94 ചെയ്യണം. 4/0.94 ചെയ്യാൻ എളുപ്പം. പക്ഷേ പോയിൻ്റ് ഇടുക, 2 0 ഇടുക. അപ്പോൾ 4.00 എന്ന് പറഞ്ഞാലും 4 പറഞ്ഞാലും ഒന്ന് തന്നെ. ഇനി ഈ 0 0 2 സ്ഥാനമാണല്ലോ. ഇവിടെ 2 സ്ഥാനം ആയതുകൊണ്ട് അവിടെ 2 0 ഇട്ട്. ഇനി ഈ പോയിൻ്റ് ഒഴിവാക്കുക. പോയിൻ്റ് ഒഴിവാക്കിയിട്ട് ഹരിച്ചാൽ മതി. എളുപ്പം 400 ഹരിക്കണം 94 ഹരിക്കലാണ്. അപ്പോൾ 400 ഹരിക്കണം 94 നമ്മൾ ചെയ്യണം. 400 ഹരിക്കണം 94 ചെയ്യുമ്പോൾ 94 100 4 വട്ടം പോകും അല്ലേ? 400 100 അപ്പോൾ 4 വട്ടം പോകും. കാരണം 100ലേക്ക് കുറവാണല്ലോ. 4 100 400 അപ്പോൾ 4 94 പറയുമ്പോൾ ഒരു 4 6 കുറച്ചാൽ മതി. 4 6 24 കുറച്ചാൽ മതി. 400 ഒരു 6 കമ്മിയാണല്ലോ. 24 പോകുമ്പോൾ 376 കിട്ടും. അപ്പം നമ്മളിവിടെ 376 കിട്ടും. അപ്പോൾ നമുക്ക് ആ ശിഷ്ടം കിട്ടും ചെയ്തു. 376 400ക്ക് എത്രയാണെന്ന് മനസ്സിലായി? 24 മനസ്സിലായി. നമ്മൾ 24 കുറച്ച്. ഇപ്പോൾ 240 ഇടുക. 240 നമ്മളിനി ഇവിടെ പോയിൻ്റ് ഇട്ടിട്ട് 2 വട്ടേ പോവുള്ളൂ. ഇപ്പോൾ 2 ഇട്ടു.
200 200 അപ്പോൾ 6 കുറച്ചാൽ മതിയല്ലോ. 12 കുറച്ചാൽ മതി. 200 12 കുറച്ചാൽ എത്ര കിട്ടും? 188 കിട്ടും. അപ്പോൾ അത് കഴിക്കുമ്പോൾ 12 കുറച്ചല്ലോ നമ്മൾ. അപ്പോൾ 200ക്ക് 12, 40ക്ക് 40. അപ്പോൾ 12 40 52 കിട്ടും റിമൈൻഡർ. അപ്പോൾ 52 എഴുതി. ഇനി 52 അപ്പോൾ 0 ഇടണം. ഇനി 94 പറയുമ്പോൾ 4 വട്ടം അല്ല 5 വട്ടം പോകും. അപ്പോൾ 5 വട്ടം പോകുമ്പോൾ നമ്മൾക്ക് മനസ്സിലായി 5 100 500 ആണല്ലോ. അപ്പോൾ 5 30, 500 30 കമ്മിയാക്കണം. അപ്പോൾ എത്ര കിട്ടും? 470 കിട്ടും. അപ്പോൾ 500ക്ക് 30 ഉണ്ട്, പിന്നെ 20 കൂട്ടണം. അപ്പോൾ എത്ര കിട്ടും? 50 കിട്ടും. അപ്പോൾ 50 ആകുമ്പോൾ വീണ്ടും 5 വട്ടം എന്തായാലും പോവും. അപ്പോൾ ഇതിനെ നമുക്ക് 4.26 എന്ന് വരുന്നത്. 4.26 എടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് 4.26 എന്നുള്ള കറക്റ്റായിട്ട് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2r കിട്ടി, വ്യാസം കിട്ടി 4.26 ആണെന്നുള്ളത്. ഇനി നമുക്ക് ത്രികോണത്തിൻ്റെ മറ്റു വശങ്ങളുടെ നീളം കാണണം. മറ്റു വശങ്ങളുടെ നീളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വശം കണ്ടുപിടിക്കണം. അപ്പം ഇത് എ നിൽക്കുകയാണ് ഇത്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഡി തന്നെ കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഡി ആണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഡി സമം 2r സൈൻ ഡീൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ. ത്രികോണമാകുമ്പോൾ നമ്മൾ കേന്ദ്രകോണിൻ്റെ പകുതി തന്നെ ഇവിടെ വരിക. അപ്പോൾ ഡീൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എടുത്താൽ മതി. സൈൻ 60 സമം 2r ഇൻറ്റു സൈൻ 60. സൈൻ 60ൻ്റെ വില നമുക്ക് അറിയാം. നമ്മൾ ടേബിൾ നോക്കിയിട്ട് എഴുതിയാലും മതി, അല്ലെങ്കിൽ √3/2 എഴുതിയാലും മതി. ടേബിൾ നോക്കിയിട്ട് എഴുതുകയാണെങ്കിൽ സൈൻ 60ൻ്റെ വില 0.87 കിട്ടും. അപ്പോൾ 0.87 എഴുതാം. 2rൻ്റെ വിലയാണ് നമുക്ക് കിട്ടിയത് ഇവിടെ 4.26. 4.26 ഇൻറ്റു 0.87 കൊടുക്കാം. 4.26 ഇൻറ്റു 0.87 കഴിയുമ്പോൾ 3.71 കിട്ടും. അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അത്രയും സെൻറ്റിമീറ്റർ കിട്ടും. ഇനി നമുക്ക് ഇ ഡി ചെയ്യണം. ഇ ഡി രണ്ടാമത്തെ ഈ വശം കണ്ടുപിടിക്കണം. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഡി സമം 2r സൈൻ, ആ ഡീൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് എത്രയാണ്? 50 അപ്പോൾ നമ്മളിവിടെ 50 എഴുതണം. സമം 2rൻ്റെ വില നമുക്കറിയാം. 2rൻ്റെ വില 4.26 ആണ്. 4.26 എഴുതി ഇൻറ്റു സൈൻ 50ൻ്റെ വില പട്ടിക നോക്കി എഴുതണം. സൈൻ 50ൻ്റെ വില 0.77 കിട്ടും. 0.77. 4.26 ഇൻറ്റു 0.77 ചെയ്യുമ്പോൾ നമുക്ക് 3.28 സെൻറ്റിമീറ്റർ കിട്ടും. 3.28 സെൻറ്റിമീറ്റർ എന്നുള്ളത് ആ നീളവും നമുക്ക് അവിടെ കൃത്യമായിട്ട് കിട്ടും. 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയുടെ അറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കണം. നമുക്ക് 5 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു വര ഉണ്ട്. ഇത് 5 സെൻറ്റിമീറ്ററാണ്. ഇതിൻ്റെ അറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കിള്, ഒരു വൃത്തം നമുക്ക് വരയ്ക്കണം. അതിൻ്റെ അറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കറക്റ്റ് സർക്കിളാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. വരയുടെ ഒരു വശത്തുള്ള വൃത്തഭാഗത്തിലെ കോൺ 80 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഇതിലിനിപ്പോൾ ഇവിടെ 80 ഡിഗ്രി ആവില്ല, കാരണം അത് 80 ഡിഗ്രി. ഇപ്പോൾ ഇവിടെ ഒരു കോണുണ്ട്, നമുക്ക് വരയ്ക്കാം. നമുക്ക് ഇവിടെ ഒരു കോണ് വരയ്ക്കാം അല്ലേ. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഈ കോണ് 80 ഡിഗ്രി ആവില്ല, ഈ കോണാണ് 80 ഡിഗ്രി ആവുക. അപ്പോൾ ഞാനിത് ഇവിടെ എന്ത് എഴുതാം? ഇതിനെ 80 ഡിഗ്രി എന്ന് എഴുതാം. വൃത്തത്തിൻ്റെ ആരം എത്രയാകണം എന്നുള്ള ചോദ്യം. അപ്പോൾ ഈ വശവും ഈ ഞാണും ഇതും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഞാണും ഇതും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് തന്നെയല്ലേ. ഡി സമം 2r സൈൻ കേന്ദ്രകോണിൻ്റെ പകുതി സമം
ഡി നമുക്ക് കണ്ടുന്നുണ്ട്. ഇത് എത്രയാണ്? 5 സമം 2r. ആരെ കണ്ടുപിടിക്കുക? അപ്പോൾ നമ്മൾക്ക് 2r എന്ന് തന്നെ എഴുതാം. ഇൻറ്റു സൈൻ x/2. ഇതിൻ്റെ കേന്ദ്ര കോണ് പറഞ്ഞാൽ ഇവിടെ വരിക. ഇതിൻ്റെ കേന്ദ്ര കോണ് പറഞ്ഞാൽ ഇവിടെയാണ് വരിക. കേന്ദ്ര കോണിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഈ കേന്ദ്ര കോണിൻ്റെ പകുതി തന്നെയാണ് 80. ഈ കേന്ദ്ര കോണിൻ്റെ പകുതി ഇതാണ് 80. അപ്പോൾ നമ്മളിവിടെ എന്തെഴുതി? സൈൻ 80 എന്നെഴുതി. അപ്പോൾ 2r ഇൻറ്റു സൈൻ 80ൻ്റെ വില നമ്മൾ കണ്ടുപിടിക്കണം. പട്ടിക നോക്കിയിട്ട് അവസാനത്തെ പേജിൽ പട്ടിക ഉണ്ട്. സൈൻ 80 കണ്ടുപിടിക്കുക. 0.98 കിട്ടും. 0.98 കിട്ടും. ചോദ്യം നമുക്ക് ആരം, വൃത്തത്തിൻ്റെ ആരം എത്രയായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആരം കണ്ടുപിടിക്കണം. ആരം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് എഴുതുക? 5/2 ഇൻറ്റു 0.98 എന്ന് എഴുതുക. 5/2 ഇൻറ്റു ഈ 2 അപ്പുറത്തേക്ക് പോവും, 0.98 പോവും. 5/2 ഇൻറ്റു 0.98. 5/2 വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 5/2 നമുക്ക് എന്ത് എഴുതാം? 2.5 എന്ന് എഴുതാം. ബൈ 0.98 എന്ന് എഴുതാം. ഒന്നുകൂടി ഹരണം ഡിവിഷൻ എളുപ്പമാവും. 2.5 എന്ന് എഴുതുക, 0.98 എഴുതുക. ഇനി ഇത് ഹരിക്കാൻ ഞാൻ ഇവിടെ ഒരു 0 എടുക്കും. കാരണം ഇവിടെ 2 ഡെസിമലാണ്, ഇവിടെ 2 ഡെസിമൽ വേണം. എന്നിട്ട് എന്ത് എഴുതാം? 250/98 ചെയ്താൽ മതി. 250/98. നേരത്തെ നമ്മൾ ഡിവൈഡ് ചെയ്ത പോലെ തന്നെ 250/98ൻ്റെ ഡിവിഷനും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഇവിടെ 250 എന്ന് എഴുതി, /98 എന്ന് എഴുതി. നമ്മൾ മനസ്സിലാക്കും 100 ആണെങ്കിൽ, ഇവിടെ 100 ആണെങ്കിൽ 2 വട്ടേ പോവുള്ളൂ. അപ്പോൾ ഇവിടെ 2 വട്ടേ പോവുള്ളൂ. 2 എഴുതി. 2 100 ആണെങ്കിൽ എത്രയാണ്? 200. 2 കമ്മിയാവും അല്ലേ? 4 കമ്മിയാവും. അപ്പോൾ 196 എന്ന് എഴുതി. 196 എന്ന് എഴുതി. അപ്പോൾ 4 200ക്ക് കമ്മിയാവുക. അപ്പോൾ 50 കൂടി വേണം. അപ്പോൾ ഞാൻ ഇവിടെ 54 എന്ന് എഴുതി. ഇവിടെ പോയിൻ്റ് ഇട്ടു. 540 എന്ന് എഴുതി. 5 വട്ടം പോവും, കാരണം 5 100 വരെ പോവാം. 598. 598. 5 100 ആണെങ്കിൽ എത്രയാണ്? 500. 598 ആകുമ്പോൾ 2 കമ്മിയാവും. അപ്പോൾ 50 കമ്മിയാവും. സോറി, 5 2 കമ്മിയാവും, 10 കമ്മിയാവും. അപ്പോൾ 490 എന്ന് എഴുതാം. 490 ആകുമ്പോൾ 500ക്ക് 10 ഉണ്ട്. 540ക്ക് എത്ര വരും? 50 വരും. അപ്പോൾ വീണ്ടും ഒരു 0 എടുക്കും. ഇവിടെ വീണ്ടും ഒരു 0 എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എത്ര 100 പോവും? 5 എണ്ണം വീണ്ടും പോവും. കാരണം 598 നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയിട്ടുണ്ട്. 490 അതന്നെ നമുക്ക് ഇവിടെ വീണ്ടും എഴുതാം. ആ 490 തന്നെ നമുക്കിവിടെ എഴുതാം. 490 500ക്ക് എത്ര വരിക? 10 വരും. 10ന് നമ്മളൊരു 0 എടുത്താൽ നമ്മളിവിടെ എത്ര വട്ടം പോകും? ഒരു വട്ടേ പോവുള്ളൂ, ഒരു 98 പോവുള്ളൂ. അതുകൊണ്ട് നമ്മൾ 2 ഡെസിമൽ പ്ലേസിന് കറക്റ്റാക്കിയിട്ട് ഈ വില എടുക്കാം. നമുക്ക് 2.55 സെൻറ്റിമീറ്റർ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസറായി. ഒരു വൃത്തത്തിൻ്റെ ഭാഗമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. വൃത്തത്തിൻ്റെ ആരം എത്ര സെൻറ്റിമീറ്റർ ആണെന്നാണ് ചോദ്യം. നമുക്ക് ഈ വൃത്തത്തിൻ്റെ ഭാഗത്തിനെ നമുക്കൊന്ന് കംപ്ലീറ്റ് ആക്കാം. ഈ വൃത്തം നമ്മൾ കണ്ട വൃത്തത്തിനെ നമ്മളൊന്ന് കംപ്ലീറ്റ് ആക്കി വരയ്ക്കണം ഇവിടെ. അപ്പോൾ ആ വൃത്തത്തിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. കംപ്ലീറ്റ് ആക്കി വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഈ വൃത്തത്തിലൊരു ഞാണ് കൊടുത്തിട്ടുണ്ട്. ഈ ഞാണ് 8 സെൻറ്റിമീറ്ററാണ്. ഈ ഞാണ് കൊടുത്തിരിക്കുന്നത് 8 സെൻറ്റിമീറ്റർ. ഇവിടെ ഒരു കോണ് കൊടുത്തിരിക്കുന്നുണ്ട്. ഈ കോണ് കൊടുത്തിരിക്കുന്നത് 140. നമുക്ക് ഇത് വരയ്ക്കാൻ എളുപ്പം ശരിക്കും നമുക്ക് ഈ ചതുർഭുജം നേരത്തെ വരച്ച പോലെ തന്നെ ഇത് കംപ്ലീറ്റ് ആക്കുക. ഇപ്പോൾ ഒരു ത്രികോണമായല്ലോ. ഇപ്പോൾ ഈ ഞാണും ഈ കോണും എടുക്കുകയാണ് നമുക്ക് നല്ലത്. കാരണം ഇത് 140 ആയതുകൊണ്ട് ചെറിയ കോൺ എടുക്കുകയാണ് നമുക്ക് നല്ലത്. ഞാണിനെ നീളം കണ്ടുപിടിക്കുക എപ്പോഴും ചെറിയ കോൺ എടുക്കുക നല്ലത്. അപ്പോൾ ഇത് 140 കൊണ്ട് 140 ഒഴിവാക്കി ചക്രീയ ചതുർഭുജത്തിൻ്റെ ദൃശ്യശ കോണുകൾ അനുകൂലങ്ങളാണല്ലോ. അപ്പോൾ ഈ കോൺ എത്ര ഡിഗ്രിയായി? 40 ഡിഗ്രിയായി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം?
ഡി ഈസ് ഈക്വൽ ടു, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡി ഈസ് ഈക്വൽ ടു 2r സൈൻ x/2 ആണ്. ഡി ഇവിടെ ഉണ്ട്, എത്രയാണ് ഡി? 8 ആണ്. 2r സൈൻ x/2 എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സൈൻ. ഇപ്പോൾ ഇതിൻ്റെ കേന്ദ്രകോൺ എന്ന് പറയുന്നത് ഇവിടെയാണ് വരിക. കേന്ദ്രകോൺ നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാ കണക്കിലും പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പകുതിയാണ്, ഈ കേന്ദ്രകോണിൻ്റെ പകുതിയാണ് ഇത് 40. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതിയായി? 2r സൈൻ 40 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ 8 സമം 2r സൈൻ 40ൻ്റെ വില നമ്മൾ കണ്ടുപിടിക്കണം. സൈൻ 40ൻ്റെ വില 0.64 ആണ്. 0.64. നമുക്ക് ആരം കണ്ടുപിടിക്കാണല്ലോ വേണ്ടത്. അപ്പോൾ ആരം ഇവിടെ നിർത്തുക. സമം 8 ഉണ്ട് ഇവിടെ, ഈ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ ബൈ 2 വരും, ഇൻറ്റു 0.64 വരും. ഇപ്പോൾ 8 2 വെട്ടിയിട്ട് എന്ത് ചെയ്താൽ 4 എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി 4/0.64 എന്ന് കിട്ടി. ഈ 4 നമ്മളിവിടെ 0.00 ഇട്ട് കൊടുക്കുക. അപ്പോൾ 4 തന്നെയാണിത്, 4.00. ഇപ്പോൾ ഡെസിമൽ പ്ലേസ് ഈക്വൽ ആക്കാൻ അങ്ങനെ ചെയ്ത്, ഡെസിമൽ പ്ലേസ് ഈക്വൽ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? പോയിൻ്റ് ഒഴിവാക്കുക, 400/64 എന്ന് എഴുതുക. അപ്പോൾ നമ്മൾ 400/64 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നേരത്തെ എഴുതിയ പോലെ നമ്മളിവിടെ 400 എഴുതി, 64 എഴുതി. 400 40ൽ 64 പോവില്ല, അപ്പോൾ 400ലാണ് പോകുന്നത്. 400ൽ നമുക്കറിയാം 6 6 36, അപ്പോൾ 6 വട്ടം പോകും. 6 6 36 320, 6 4 24, അപ്പോൾ 384 കിട്ടും. 384. 380 400ക്ക് 20ആണ്. 384 അപ്പോൾ 20 4 കൂടി പോയാൽ 16 കിട്ടും. പിന്നെ പോയിൻ്റ് ഇടണം, ഇവിടെ 0 ഇടണം. 160 2 വട്ടേ പോവുള്ളൂ അല്ലേ? അപ്പോൾ ഞാൻ 2 എഴുതി ഇവിടെ. 260 120 ആണ്, അപ്പോൾ 128 എഴുതാം. 130 30 വേണം, അപ്പോൾ 28 32 വേണം. അപ്പോൾ ഞാൻ ഇവിടെ 32 എഴുതി. 32 എഴുതുമ്പോൾ നമ്മൾ 32 കൂടെ 0 ഇട്ട് കൊടുക്കണം, 320 കിട്ടും. 320ൽ നമ്മൾ 3 6 18 4 6 30, 5 വട്ടം പോകും. 5, അപ്പോൾ 5 കൊണ്ട് ഗുണിക്കുക. 5 6 30 300 കിട്ടും. 4 20 320 കിട്ടും. അപ്പോൾ കറക്റ്റായിട്ടാണ് പോയി 320. അപ്പോൾ 6.25 എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് എഴുതാം. 6.25 സെൻറ്റിമീറ്റർ എന്ന് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. ഒരു സമപഞ്ചഭുജത്തിൻ്റെ മൂലകളെല്ലാം 15 സെൻറ്റിമീറ്റർ ആരമായ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. ആ സമപഞ്ചഭുജത്തിൻ്റെ വശങ്ങളുടെ നീളം എത്ര എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് സമപഞ്ചഭുജമാണെന്നുണ്ട്. സമപഞ്ചഭുജം എന്ന് പറയുമ്പോൾ 1 2 3 4 5 ഇതാണ് ഒരു സമപഞ്ചഭുജം. എല്ലാ വശങ്ങളും തുല്യമായിരിക്കണം. ഇനി ഇതിൻ്റെ ചുറ്റും നമ്മൾ എന്ത് വരയ്ക്കുന്നുണ്ട്? ഇതിൻ്റെ ചുറ്റും നമ്മൾ ഇത് കറക്റ്റായിട്ട് നിൽക്കുന്ന ഒരു സർക്കിളാണ് നമ്മൾ വരയ്ക്കുന്നത്. നമ്മൾ കറക്റ്റായി നിൽക്കുന്ന ഒരു സർക്കിളും വരച്ചു. നമുക്ക് ഈ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ സൈഡിന് നമ്മൾ കേന്ദ്രത്തിലെ കോൺ ഇവിടെ എത്രയും നോക്കുക. സമപഞ്ചഭുജം എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എത്ര കോൺ ഡിവൈഡ് ചെയ്യും? 5 കോൺ ഉണ്ടാവും ഇവിടെ അല്ലേ? അതായത് ഈ കാണിക്കുന്ന കോണാണ് ഇതിൻ്റെ കേന്ദ്രകോൺ. ഈ ഞാണിൻ്റെ കേന്ദ്രകോൺ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഈ ഞാണിൻ്റെ നീളമാണ് ഡി, അതാണ് സമപഞ്ചഭുജത്തിൻ്റെ നീളം, വശത്തിൻ്റെ നീളം. അപ്പോൾ ഡി സമം നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും എഴുതുന്ന പോലെ 2r സൈൻ x/2 എന്ന് തന്നെ എഴുതി. അപ്പോൾ ഡി എത്രയാണ് നമുക്കറിയില്ല, ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി സമം 15 സെൻറ്റിമീറ്റർ ആരമായ വൃത്തത്തിലെ ബിന്ദുക്കളാന്ന് പറയുന്നത്. അപ്പോൾ ആരം 15 ആണ്. അപ്പോൾ ആരം 15 ആകുമ്പോൾ 2r എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം? 30 എഴുതാം. ആരം 15 ആകുമ്പോൾ നമുക്ക് 2r എന്നുള്ളതിനെ, 2r എന്ന് പറഞ്ഞാൽ വ്യാസമാണല്ലോ വരിക, 2 × 15 30 എഴുതാം. ഇൻറ്റു സൈൻ x/2 കേന്ദ്രകോണിൻ്റെ പകുതി. അപ്പോൾ നമ്മളിവിടെ കേന്ദ്രകോൺ കണ്ടുപിടിക്കണം. കേന്ദ്രകോൺ കണ്ടുപിടിക്കാൻ നമുക്ക് ആകെ 360 ഡിഗ്രി ഉണ്ടാവുക.
അപ്പോൾ ഈ കോൺ എന്ന് പറയുന്നത്, ഈ കേന്ദ്ര കോൺ എന്ന് പറയുന്നത് 360/5 ആയിരിക്കും. ഈ കേന്ദ്ര കോൺ എന്ന് പറയുന്നത് 360/5 അപ്പോൾ ഞാനിവിടെ എന്ത് എഴുതണം? 360/5 എന്ന് ഇതേപോലെ ബൈ പകുതി എഴുതണം. 360/5 ഇത് 360/5 360/5 പകുതി. അപ്പോൾ നോക്കാം, നമുക്ക് D = 30 ഇൻറ്റു സൈൻ 360/5 പകുതി അറിയാം 360/10 വരിക. 360 5 കഷ്ണാക്കണതിന് പകരം പകുതി എടുക്കണമെങ്കിൽ 360 എത്ര കഷ്ണാക്കണം? 10 കഷ്ണാക്കണം. അപ്പോൾ ഈ 0 0 പൊട്ടും. 30 ഇൻറ്റു സൈൻ 36 എന്ന് കിട്ടും. സൈൻ 36. അപ്പോൾ നമ്മൾ 30 ഇൻറ്റു എന്ത് ചെയ്യണം? സൈൻ 36ൻ്റെ വില പട്ടിക നോക്കി എഴുതണം. 0.5878 എന്ന് കിട്ടും പട്ടിക നോക്കുമ്പോൾ. ഇത് ഗുണിക്കണം. ഇത് ഗുണിക്കുമ്പോൾ നമുക്ക് 17.634 സെൻറ്റിമീറ്റർ എന്നുള്ള ഉത്തരം കിട്ടും. 17.634 സെൻറ്റിമീറ്റർ എന്നുള്ള ആൻസർ കിട്ടും.